മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MS അരുൺകുമാർ സിറ്റിംഗ് MLA കൂടിയാണ്. തിരക്കിട്ട സ്വീകരണ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തഴക്കര വെട്ടിയാർ മേഖലകളിൽ സ്വീകരണ പര്യടനം നടക്കുന്നതിനിടയിലാണ് രാമല്ലൂരിൽ വെച്ചാണ് നമുക്ക് അദ്ദേഹത്തെ കിട്ടിയത്. വളരെ ചുരുക്ക സമയം കൊണ്ട് ചില കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം? ഇപ്പം സുന്ദരമായിട്ട് പോകുന്നു. ഈ തിരക്കേറിയ സ്വീകരണ പരിപാടിയിലാണ് ഇപ്പോൾ വന്ന് ഇതിനായിട്ട് ഇൻ്റർവ്യൂവിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പരിമിതിയുണ്ട്. തലക്കര പഞ്ചായത്താണ് ഇപ്പോൾ രണ്ടാം ഘട്ട പരിപാടിയാണ്, സ്വീകരണ പരിപാടിയാണ്. എൻ്റെ പഞ്ചായത്ത് കൂടിയാണ്. രാമനല്ലൂർ പ്രദേശത്താണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഏറ്റവും ശക്തമായി ഇടതുപക്ഷത്തോടൊപ്പം നിന്ന പ്രദേശമാണ്. എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ സ്വീകരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒരുപാട് സ്നേഹം നൽകുന്ന പ്രദേശമാണ്. തലക്കര പഞ്ചായത്തിൽ കഴിഞ്ഞ തവണയും നേരത്തെയൊക്കെ വലതുപക്ഷത്തിന് മുൻതൂക്കം ഉണ്ടായിരുന്നൊരു പഞ്ചായത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷത്തിന് ശക്തമായ മുൻതൂക്കം നൽകുന്ന വലിയ മെജോറിറ്റി നൽകുന്ന പഞ്ചായത്തായി മാറിയിട്ടുണ്ട്. 5 വർഷക്കാലം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ തലക്കര പഞ്ചായത്തിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷം തലക്കര പഞ്ചായത്ത് പ്രിയപ്പെട്ടവർ നൽകുമെന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷെങ്കിലും എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങൾ ഇപ്പം വോട്ടർമാരോട് കൂടുതലായിട്ട് എടുത്തു പറയുന്ന വികസന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ തലക്കര പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ നിന്ന് സംസാരിക്കുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊരു സ്ഥലം വേണമെന്നുള്ളതായിരുന്നു. ആ സ്ഥലം കഴിഞ്ഞ കാലങ്ങളിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് നമ്മൾ കൃഷി വകുപ്പിൻ്റെ 15 സെൻറ്റ് സ്ഥലം നമ്മുടെ പഞ്ചായത്തിന് നൽകുന്നതിന് വേണ്ട തീരുമാനമെടുത്തത്. പ്രിയപ്പെട്ട പ്രസാദ് മിനിസ്റ്ററിൻ്റെ പ്രത്യേകമായ കൃഷി വകുപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇടപെടൽ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് സ്ഥലം കിട്ടി. മറ്റു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പുതിയ ഘട്ടത്തിലേക്ക് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ആ പ്രശ്നം പരിപൂർണമായി പരിഹരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. പിന്നെ മാർക്കറ്റിൻ്റെ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റു കാര്യം തലക്കര പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ, ചെറിയ ചെറിയ സ്റ്റേഡിയങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട മാവേലിക്കര ആശുപത്രിയാണ്. 132 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ആദ്യഘട്ട ഉദ്ഘാടനം നമ്മൾ കഴിഞ്ഞു. OP പ്രവർത്തനമൊക്കെ നടന്നു. നമുക്ക് രണ്ടാം ഘട്ടം 2 മാസം കൂടി കഴിയുമ്പോഴത്തേനും പൂർണ്ണ സജ്ജമായി ആശുപത്രി മാറും എന്നുള്ളതാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ കുറേ ടൂറിസം പദ്ധതികൾ കുറേ അങ്ങനെ കുറേ ടൂറിസം അല്ല, ഞാൻ പറഞ്ഞു വയ്യാങ്കരച്ചിറ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായി ഇക്കാലത്ത് മതി. ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞ ചിലപ്പോൾ അങ്ങേക്കും അറിയായിരിക്കും, സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്ന് പറഞ്ഞിരുന്നൊരു സ്ഥലമാണ് ഈ വയ്യാങ്കരച്ചിറ എന്നുള്ളത്. പക്ഷേ ഇന്ന് ആഴ്ചയിൽ 10,000-10,000 പേർ സന്ദർശിക്കുകയും ഞായറാഴ്ച സമയങ്ങളിലൊക്കെ അത് 10,000-25,000-ലധികം ആളുകൾ സന്ദർശിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ ഒരു ചുരുങ്ങിയ നമ്മുടെ പ്രദേശം പറയുമ്പം പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നുമല്ല, ഇത്തിരി മാറി നിൽക്കുന്ന പ്രദേശമാണ്. ഇതെല്ലാം ഗ്രാമങ്ങളാണ്. ഗ്രാമീണ ടൂറിസത്തിന് അത്രയൊന്നും സാധ്യതയില്ല എന്ന് കാണുന്നിടത്താണ് ഗ്രാമീണ ടൂറിസത്തിന് ഭയങ്കര സാധ്യത. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്നുള്ള സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതു ടൂറിസം വകുപ്പ്, വിനോദസഞ്ചാര വകുപ്പ് പ്രത്യേകമായ ശ്രദ്ധ നമുക്ക് നൽകിയിരുന്നു. വള്ളികുന്നംചിറ ടൂറിസം ഇപ്പോൾ നടപ്പിലാക്കി. ഇപ്രാവശ്യം തലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. ഭരണസമിതി അംഗങ്ങൾ, ഈ വാർഡിൻ്റെ മെമ്പർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇതെല്ലാം കൂടി നമ്മുടെ അച്ചൻകോവിലാർ ഈ പഞ്ചായത്തുമായി കടന്നു പോകുന്നതാണ്. അച്ചൻകോവിലാറിനകത്ത് പുതിയ ടൂറിസം ഡെസ്റ്റിനേഷൻ ഉൾപ്പെടുത്താൻ, അച്ചൻകോവിലാറിൻ്റെ ടൂറിസം സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതിനെക്കുറിച്ച് പ്രോജക്റ്റ് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തലക്കരയിൽ ആ ടൂറിസം പ്രോജക്റ്റ് നടപ്പിലാക്കാനുള്ള പ്രവർത്തനമാണ്. പിന്നെ മാക്രിമട ബണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം. നമ്മൾ തൊട്ടപ്പുറത്താണ് ചുനക്കര പഞ്ചായത്തും നൂർനാട് പഞ്ചായത്തും ബന്ധിപ്പിക്കുന്ന ചുനക്കര പുലിമേൽ ബണ്ട് റോഡ്. ആ ബണ്ട് റോഡുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം പ്രവർത്തനങ്ങൾ. ഇനി അതിനപ്പുറത്തേക്ക് മാറിക്കഴിയുമ്പോൾ കരിങ്ങാലിച്ചാൽ പുഞ്ചയുടെ വിശാലമായ ഇടമാണ്. അതൊക്കെ അങ്ങേക്കറിയാം, അങ്ങ് ഈ പ്രദേശത്തുകാരനായതുകൊണ്ട് നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ നൂർനാട് ഉളവക്കാട് പോലെയുള്ള, കുടശനാട് ഉളവക്കാട് പോലെയുള്ള പ്രദേശങ്ങളുടെ ഭാഗമായി വരുന്ന പ്രദേശമുണ്ട്. അവിടെ ഒരു 4 കോടി രൂപയ്ക്ക് മുകളിൽ ചിലവഴിച്ചുകൊണ്ട് ഹാപ്പിനെസ് പാർക്ക് എന്നുള്ള നിലയിലേക്ക് ടൂറിസം കേന്ദ്രത്തെ വളർത്തിയെടുക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഈ കാലഘട്ടങ്ങളിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്നുണ്ടല്ലോ. അപ്പം പലപ്പോഴും അത് ഈ കേന്ദ്ര സർക്കാർ നമ്മളെ സഹായിക്കാത്തതിൻ്റെ അക്കാര്യങ്ങൾ കൂടെ എടുത്തു പറയുന്നു. ഈ വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ വരാറുണ്ടോ? ഈ
അതെന്താണ് അങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ? തീർച്ചയായിട്ടും അങ്ങനെ. ഇപ്പോൾ വള്ളികുന്നം പ്രദേശത്ത്, തെക്കേക്കര പ്രദേശത്ത്, അല്ലെങ്കിൽ കൃഷ്ണപുരം പഞ്ചായത്തിൽ, ഭരണിക്കാവ് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് കുടിവെള്ള പ്രശ്നമാണ്. വള്ളികുന്നത്ത് നമ്മൾ ടാങ്ക് നിർമ്മിച്ചു കഴിഞ്ഞു. വള്ളികുന്നത്തെ മുഴുവൻ പ്രദേശങ്ങളിലും പൈപ്പ് ലൈൻ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ ടാങ്കിലേക്ക് വെള്ളം എത്തണമെന്നുണ്ടെങ്കിൽ അച്ചൻകൂലാറിൽ നിന്നാണ്, പ്രായക്കര പ്ലാന്റിൽ നിന്നാണ് വെള്ളം വരേണ്ടത്. കുറത്തിക്കാട് കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ എൻ്റെ പ്രായത്തേക്കാൾ കൂടുതലാണ് കുറത്തിക്കാട് കുടിവെള്ള പദ്ധതി ടാങ്കിൻ്റെ ആയുസ് എന്ന് പറയുന്നത്, ദൈർഘ്യം എന്ന് പറയുന്നത്, കാലയളവെന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് കമ്മീഷൻ ചെയ്യാൻ കഴിയില്ല? റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ കൂടി ഒരു ആർച്ച് ബ്രിഡ്ജ് സ്ഥാപിച്ച് അതിലേക്ക് കൂടി ലൈൻ കൊണ്ടുവരണം. ഇത് ഈ കാലഘട്ടത്തിലൊന്നും നടന്നിരുന്നില്ല. എനിക്ക് തോന്നുന്നു നേരത്തെ സംസ്ഥാനവും കേന്ദ്രവും ഭരിച്ച പാർട്ടി നമ്മുടെ നാടിനകത്തുണ്ട്. ഞങ്ങൾക്കെതിരായിട്ട് പറയും അവരിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാമായിരുന്നു, പക്ഷേ അവരതിനകത്ത് നിന്നിട്ടില്ല. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിനൊരു NOC നമുക്ക് നൽകണം. തലക്കരയിലെ കുടിവെള്ള പ്രശ്നം പോലും പരിഹരിക്കാൻ പെട്ടെന്ന് കഴിയുമായിരുന്നു. 2024 ഓഗസ്റ്റ് 18 ശേഷം ഈ ജലജീവൻ മിഷൻ പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ അത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ അല്ല. അതിന് പകുതിയോളം ഫണ്ട് സംസ്ഥാന സർക്കാർ കൂടി വെക്കേണ്ടതാണ്, പദ്ധതി വിഹിതം വെക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വിഹിതമുണ്ട്, പക്ഷേ കേന്ദ്ര സർക്കാർ 2024 ഓഗസ്റ്റ് 18 ശേഷം നമുക്ക് NOC നൽകാത്ത സാഹചര്യം. ആ NOC നൽകിയിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ആ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് പോലും സമരം ചെയ്യേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു, പ്രത്യേകിച്ച് വള്ളികുന്നത്തിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ ചില പ്രയാസങ്ങളുണ്ട്. പിന്നെ സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുന്ന സമീപനമുണ്ടല്ലോ. നേരത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ നാടിൻ്റെ വികസനം കിഫ്ബി വന്നതുമായി ബന്ധപ്പെട്ട് റെയിൽവേ മേൽപ്പാലം കിഫ്ബിയിൽ 50 കോടി രൂപ അനുവദിച്ചു. സ്ഥലമേറ്റെടുപ്പെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. നേരത്തെ അത് നടപ്പിലാക്കാൻ കഴിയും, സാങ്കേതിക പ്രശ്നം. പക്ഷേ കിഫ്ബി വന്നതോടുകൂടി ആ പ്രശ്നം പരിഹരിച്ചു. നമുക്കൊരു 1.5 വർഷത്തിനുള്ളിൽ ഇപ്പോൾ അതിൻ്റെ ടെൻഡർ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1.5 വർഷത്തിനുള്ളിൽ നമുക്ക് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ്. ഈ മിച്ചൽ ജംഗ്ഷൻ വികസനം, അതിൻ്റെ ഒരു മിച്ചൽ ജംഗ്ഷൻ വികസനം സാധാരണ ഈ നമുക്കെതിരായിട്ട് പറയാൻ ചില ആളുകൾ ഉപയോഗിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെങ്കിലും അറിയാത്ത മട്ടം നടിക്കുകയാണെന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്ഥലമേറ്റെടുപ്പാണ്. 25 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ സമയത്ത് 10 പേർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സ്റ്റേയ്ക്ക് പോയി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് സ്റ്റേ നൽകുന്ന സാഹചര്യം ഉണ്ടായി. അത് 3 വർഷത്തോളം എടുത്തു അതിൻ്റെ വിധിയൊന്നും വരാൻ. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരം ഒരു കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റേ കൊടുത്താൽ സ്റ്റേ വെക്കേറ്റ് ചെയ്യാതെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നടക്കില്ല. അതാണ് യഥാർത്ഥത്തിൽ മിച്ചൽ ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനം വിധി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ സ്റ്റഡി SIS സ്റ്റഡി, സാമൂഹ്യ പാരിസ്ഥിതിക ആഘാതവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡി നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വീണ്ടും നിർദ്ദേശിച്ചു. അതിനടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റഡി നടത്തി അതിൻ്റെ റിപ്പോർട്ട് അത് ഉന്നതാധികാര സമിതി പരിശോധിച്ച് വീണ്ടും കൈമാറി. ഇപ്പം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന് 2 മാസ കാലയളവുണ്ട്. അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങൾ. ഇത് 2013 വന്ന ഒരു ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ്, നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമം. ആ നടപടിക്രമം പാലിച്ചേ നമുക്ക് എന്തും ചെയ്യാൻ കഴിയുള്ളൂ. വളരെ തിരക്കാന്നറിയാം, നമുക്ക് ചുരുക്കാം. അടുത്ത പുതിയ ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകാൻ പോകുന്ന മേഖലകൾ ഏതൊക്കെയായിരിക്കും? പോവാണെങ്കിൽ എന്നൊരു ചോദ്യത്തിന്റെ പോയെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. കാരണം കഴിഞ്ഞ 15 വർഷക്കാലമായി 2 വർഷം അടുത്ത വരുന്ന MLA കാലയളവിൽ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുക? അങ്ങനെ പറയാമല്ലോ. അല്ല, ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തുള്ള മണ്ഡലമാണ്. ഇടതുപക്ഷം 15 വർഷമായി ഏറ്റവും ശക്തമായി ഇടപെട്ട് സാധാരണക്കാരുടെ വിഷയങ്ങൾക്കെല്ലാം ഇടതുപക്ഷം നന്നായി ഇടപെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒന്ന് കുടിവെള്ള പ്രശ്നം നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും. പിന്നെ ഇപ്പോൾ പുതിയാവ് പാലത്തെ കൂടെ വരുമ്പോൾ നമുക്കൊരു ബൈപ്പാസ് ആവശ്യമാണ്. അതോടൊപ്പം കല്ലുമലയിൽ ഒരു ബൈപ്പാസ് ആവശ്യമാണ്. അങ്ങനെ ഒരു ബൈപ്പാസ് ആവശ്യമാണ്. ഈ ഗതാഗത പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കുന്നത്. മിച്ചൽ ജംഗ്ഷൻ്റെ ഈ പ്രശ്നങ്ങൾ നമുക്ക് മിച്ചൽ ജംഗ്ഷൻ യാഥാർത്ഥ്യമാക്കാം, റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാം. ടൂറിസം പദ്ധതികൾ ഞങ്ങൾ തുടങ്ങി വെച്ച എല്ലാ പഞ്ചായത്തും വഴി കണക്ട് ചെയ്ത് ഒരു ടൂറിസം സർക്യൂട്ടിനെ കുറിച്ച് നിയമസഭയിൽ നേരത്തെ സംസാരിച്ചിരുന്നു. അത് എല്ലാ പഞ്ചായത്തുകളുമായി കണക്ട് ചെയ്ത ഒരു സർക്യൂട്ടാക്കി മാറ്റണമെന്നുണ്ട്. കാരണം വരുമാനം പിന്നെ ഒരു പ്ലാനറ്റോറിയം മോഡൽ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പണം മാറ്റി വെച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കാൻ കഴിയണം. അതും നമുക്ക് വരുമാനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. നൂറിനാട് സാനിറ്റോറിയം ഒരു ഹോസ്പിറ്റൽ പ്രോജക്റ്റ് അല്ല, അത് പറയാൻ വരും, ഞാൻ പറഞ്ഞു തീർത്തില്ല. നൂറിനാട് ലെപ്രസി സാനിറ്റോറിയം 23 കോടിയുടെ പുതിയ കെട്ടിടം പൂർത്തീകരിച്ചു കഴിഞ്ഞാലും പലപ്പോഴും ഇത് ജനങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലെപ്രസിക്ക് വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷയം പരിഹരിക്കാൻ ഇതിനെ നൂർനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റണം എന്ന് നിയമസഭയിൽ ഞാൻ സബ്മിഷൻ ഉന്നയിച്ചാണ്. സബ്മിഷനായിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അന്ന് സൂചിപ്പിച്ചത് ഈ ആവശ്യം പരിഗണിക്കാം, ഓർഡർ ഇറക്കാം എന്നുള്ള നിലയിലാണ്. അപ്പോൾ അത് അവിടെ വെച്ച് നിയമസഭയിൽ സമ്മതിക്കുകയും ചെയ്യും. അതിൻ്റെ നടപടിക്രമങ്ങളുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും അത് സ്പെഷ്യാലിറ്റി ആക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ വകുപ്പ് തലത്തിൽ ചെയ്യേണ്ടതാണ്. വകുപ്പിൻ്റെ ഓർഡർ ഇറങ്ങാനുള്ള സമയത്തിൻ്റെ താമസമേ ഉള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഘട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു സിമറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം, നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള നഴ്സിംഗ് കോളേജ് അവിടെ ആരംഭിച്ചു. ഈ തഴക്കര പഞ്ചായത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ പാറക്കുളങ്ങരയിൽ നിന്നും അതുപോലെ തന്നെ താന്നിക്കുന്നും പ്രദേശത്തെ 2 വിദ്യാർത്ഥികൾ അവിടെ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. 180 വിദ്യാർത്ഥികൾ, 3 വർഷമേ ആയുള്ളൂ, 180 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 180 വിദ്യാർത്ഥികൾ ഏതാണ്ട് 90 പേരും മാവേലിക്കരക്കാരാണ്. ഇവർ തെലങ്കാനയിലോ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ ഒക്കെ പോയി പഠിക്കേണ്ടവരാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു സ്ഥാപനം വന്നതോട്, അതിൽ ലെപ്രസി സാനിറ്റോറിയത്തിലാണ് വന്നത്, അവിടെ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്. ഇനി അവിടെ എത്തുന്ന അസുഖബാധിതമായി വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് സഹായം കൊടുക്കുന്നത് ഈ നേഴ്സിംഗ് മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടി വരുന്നുണ്ട്. മാവേലിക്കര ഗവൺമെൻറ് ആശുപത്രിയാണ് മദർ ഹോസ്പിറ്റലായി തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രി പൂർണ്ണ സജ്ജമാകുമ്പോൾ 500 പേരെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പുതിയ പേവാർഡിന് 5 കോടി രൂപ, അപ്പോൾ ആ 550ലേക്ക് മാറുകയാണ്. ഈ നേഴ്സുമാരെ അത്രത്തോളം നമുക്കപ്പം ഉപയോഗിക്കാൻ പറ്റും. എവിടുന്ന് ഉപയോഗിക്കാൻ പറ്റും? ഇവരുടെ സേവനം മുഴുവൻ ലഭ്യമാക്കുന്നത് ഈ മണ്ഡലത്തിൽ തന്നെ. ആർക്കും ഈ മണ്ഡലത്തിലുള്ള പ്രിയപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവരെല്ലാം ഉപയോഗപ്പെടുത്താൻ, അല്ലെ ഇവരുടെ സേവനം നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലെപ്രസി സാനിറ്റോറിയത്തിൽ MLA ഫണ്ട് 2 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തുകളോടെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഡയാലിസിസ് ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നു? ഇപ്പോൾ 250 ബെഡ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് ഇപ്പോൾ 2 കോടി രൂപ മാറ്റി വെച്ച് അതിൻ്റെ KMCL-മായി ബന്ധപ്പെട്ട അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി വരുമ്പോൾ 250 പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ യൂണിറ്റുള്ള ഒരു പ്രദേശമായി ലെപ്രസി സാനിറ്റോറിയമാണ്. അവിടെയും ഈ നേഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട നേഴ്സുമാർക്ക് നമുക്ക് സേവനം കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഇതെല്ലാം ഈ നേരത്തെ പറഞ്ഞതുപോലെ ലെപ്രസി സാനിറ്റോറിയം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ കൂടി, അതായത് ഇപ്പോൾ കളക്ടറാണ് കൂടുതലും ഇത്തരം കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സമയം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ ഇടപെടാൻ സാധിക്കില്ല. അപ്പോൾ തദ്ദേശ സ്ഥാപനം ജില്ലാ പഞ്ചായത്തിൻ്റെ അണ്ടറിലേക്കോ അതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുകളുടെ അണ്ടറിലേക്ക് വരുമ്പോൾ ജനപ്രതിനിധികൾക്ക് കുറേ കൂടി അതിനകത്ത് ഇടപെടാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാവേലിക്കരെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലായി വരും കാലങ്ങളിൽ നമുക്കതിനെ മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും. ഒറ്റ കാര്യം കൂടെ ചോദിച്ചിട്ട്, ഈ സർവേകളിലൊക്കെ വലിയ ഒരു മികച്ച രീതിയിൽ വന്ന് അത് എങ്ങനെ ഒരു ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു സർവേകളിലും? അതിപ്പോ എൻ്റെ മുന്നിൽ നിൽക്കുന്നില്ലേ, ഇവരോടെല്ലാം ചോദിച്ചാൽ മതില്ല, അവർ പറയുമല്ലോ. സർവേകൾ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലം എല്ലാവരുമായിട്ട് ഒരേ നിലയിലാണ് ഇവിടെ മാത്രമല്ല, ഇടദോഷത്തിൻ്റെ എല്ലാ MLA-മാരും അങ്ങനെ തന്നെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ പരാതി കുറയ്ക്കാൻ കഴിയുന്നു എന്നുള്ള. പരാതി കുറയ്ക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? പരാതി ഇപ്പോൾ റോഡിൻ്റെ പ്രശ്നം പറയുന്നു. റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ നമ്മുടെ തഴക്കര പഞ്ചായത്തിൽ കൂടെ കടന്നു പോകുന്ന റോഡാണ് തട്ടാരമ്പലം പന്തളം റോഡ്. രാത്രി അതുവഴി അങ്ങൊന്ന് യാത്ര ചെയ്യണം. നമ്മൾ 500 ലൈറ്റാണ് പ്രത്യേകം വെച്ചേക്കുന്നത്. പകല് പോലെ യാത്ര ചെയ്യാൻ പറ്റുന്ന നിലയാണ് തട്ടാരമ്പലം പന്തളം റോഡ്. 119 കോടിയാണ് പറഞ്ഞത്. ഈ ഒരു തുടർച്ച ഉണ്ടാകുമ്പോൾ വികസനത്തിൻ്റെ ഒരു തുടർച്ചയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ തലക്കര പഞ്ചായത്തിലോ മാവേലിക്കര മണ്ഡലത്തിലോ ഏതാണ്ട് PWD റോഡുകൾ പൂർണ്ണമായും നമ്മൾ BMBC നിലവാരത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ വെട്ടിയാറ് പള്ളിമുക്ക് റോഡ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന റോഡ്, നമുക്കൊരു ബൈപ്പാസ് പോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2 കോടി 8 ലക്ഷം രൂപ ഇപ്പോൾ നീക്കി വെച്ചു. കുറേ കൂടെ വീതി കൂട്ടി നല്ല നിലവാരത്തിൽ പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്തിന് അപ്പോൾ അത്രത്തോളം ഫണ്ട് ചെലവഴിക്കാൻ കഴിയില്ല. അപ്പം മെയിൻ റോഡുകൾ ഏതൊക്കെയാണ് പഞ്ചായത്ത് റോഡുകളായി കിടക്കുന്നത്, ആ റോഡുകൾ അവിടെ മാത്രമല്ല. ഇപ്പം വള്ളികുന്നം പഞ്ചായത്തിൽ കാഞ്ഞിരത്തുമൂട് പുത്തഞ്ചന്ത റോഡ് എടുത്തു, നമ്മുടെ ലക്ഷമുക്ക് കടുവിനാൽ പള്ളി റോഡ് അതെല്ലാം എടുത്തു. ഇതെല്ലാം പഞ്ചായത്താണ്. പിന്നെ തീപ്പുരമുക്ക് മുതൽ കിണറുമുക്ക് വരെയുള്ള ഭാഗം എടുത്തു. ഇങ്ങനെ ഓരോ പഞ്ചായത്തിലെ നമ്മളിപ്പോൾ വലിയ റോഡുകൾ കണ്ടെത്തി. ആ വലിയ റോഡ് അത് പഞ്ചായത്ത് റോഡാണ്, പഞ്ചായത്താണ് ചെയ്യേണ്ടത്. പക്ഷേ
പഞ്ചായത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഞ്ചായത്തിന്റെ അവസ്ഥ എന്നല്ല, അത് കുറെ കൂടി നല്ല റോഡാക്കി മാറ്റുക എന്നുള്ളത്. കാരണം ഇപ്പൊ ഈ BMBC റോഡുകളിലൊന്നും പണ്ടാരും നമ്മുടെ നാട്ടിലാരും യാത്ര ചെയ്തിട്ടില്ല. 10 വർഷം കൊണ്ട് ഈ BMBC നിലവാരത്തിലുള്ള റോഡുകൾ കൂടെ മെയിൻ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ യാത്ര ചെയ്യുന്നത്, ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പം ജനങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താ? ഇപ്പോഴത്തെ ആഗ്രഹം ഗ്രാമീണ റോഡുകൾ കൂടി നിലവാരത്തിലേക്ക് വരണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവരുടെ എല്ലാം മുഖത്താ ചിരിയുണ്ട്. അപ്പോൾ തീർച്ചയായും ആ നിലയിൽ മെയിൻ ഫോക്കസ് അതിലും ഉണ്ടാവും. തീർച്ചയായും ഗ്രാമീണ റോഡുകൾ കുറെ കൂടി നല്ല നിലവാരത്തിലേക്ക്, അതായത് നല്ല നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് വ്യത്യസ്തമായി വലിയ വീതിയുള്ള റോഡ്, ഇപ്പോൾ 6 മീറ്റർ വീതിയുള്ള റോഡുകളൊക്കെ ഗ്രാമീണ റോഡുകളുണ്ട്. ആ ഗ്രാമീണ റോഡുകളെല്ലാം മികച്ച നിലയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു പദ്ധതി കൂടി അതിൻ്റെ ഭാഗമായിട്ട്. തീർച്ചയായിട്ടും സ്വീകരണ പര്യടനത്തിനിടയിൽ വളരെ തിരക്കിട്ട സമയത്താണ് ഞങ്ങൾക്ക് ഇത് തന്നത്. എല്ലാവിധ വിജയാശംസകളും. ഓക്കെ, അപ്പം നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങൾ കൂടി പ്രചരിപ്പിക്കാനുള്ള ഒരു സംവിധാനം. ഓക്കെ, താങ്ക് യു. നമ്മുടെ സ്ഥാനാർത്ഥി അഭിമുഖ പരിപാടി ഇപ്പോൾ നമ്മുടെ മുത്താര രാജിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മുത്താര രാജ് തിരക്കിട്ട സ്വീകരണ പര്യടന പരിപാടി ചുനക്കരയിൽ നിന്ന് തുടങ്ങാൻ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് അനുവദിച്ചു തന്ന കുറച്ച് സമയമാണിത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ നല്ല ചൂടിലും നിൽക്കുന്ന ഒരു സമയമാണത്. ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡും കാര്യങ്ങളും എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറയുമ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ജനങ്ങൾ UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം വന്നതിനേക്കാൾ ഇപ്പം ആളുകളുടെ ഇടയിലേക്ക് ഏറ്റവും സ്വീകാര്യത കൂടിയിട്ടുണ്ട്. ആളുകൾ വിജയിപ്പിക്കണമെന്നുള്ള, ജനങ്ങൾ വിജയിപ്പിക്കണമെന്നുള്ളൊരു ഇതിൽ തന്നെയാണ്. നമുക്കത് വിജയിക്കുമെന്നുള്ളൊരു ഉറപ്പും ഉണ്ട്. മുത്താരെ എന്തുകൊണ്ട് ജയിപ്പിക്കണം എന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? എന്നെ എന്തുകൊണ്ട് വിജയിപ്പിക്കണം എന്ന് ചോദിച്ചാൽ, ഞാനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ UDFൻ്റെ സ്ഥാനാർത്ഥി. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഞാനിപ്പം പുതിയതായിട്ട് വന്ന ഒരാളല്ല. ഈ 10-15 വർഷക്കാലമായിട്ട് ഞാൻ പാർട്ടിയിലും പൊതുരംഗത്തുമൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. കോവിഡ് കാലം തൊട്ടേ ജനങ്ങളുമായിട്ട് അത്രയധികം ഇടപഴകി. കോവിഡ് സമയത്തൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആരും വരാത്ത സമയത്തും ആരും രംഗത്തേക്ക് ഇറങ്ങാത്ത സമയത്തുമൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഞാൻ നിന്നിട്ടുണ്ട്. അതേപോലെ എന്ത് പ്രശ്നങ്ങൾ എൻ്റെ ചുറ്റുപാടിലും ഇല്ലെങ്കിൽ ഇവിടെ എന്ത് പ്രശ്നങ്ങൾ ആർക്കുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ ഓടിയെത്താൻ ശ്രമിക്കാറുണ്ട്. ഒരു ജനപ്രതിനിധി ആകുവാണെങ്കിൽ തീർച്ചയായും എനിക്ക് കുറച്ചുകൂടി കൂടുതലായി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റും. ഈ മാവേലിക്കര മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും ഇപ്പോൾ കുറേ കാലമായി ഇടതുപക്ഷത്തിൻ്റെ പക്കലാണ്. പക്ഷേ എം മുരളിയെ പോലെയൊക്കെയുള്ള ദീർഘകാലം MLA ആയിരുന്ന ഒരു മണ്ഡലമാണ്. പൊതുവിൽ ഈ മണ്ഡലത്തിലെ ഏതൊക്കെ പ്രശ്നങ്ങളാണ് മുത്താര വോട്ടർമാരോട് എടുത്ത് പറയുന്നത്? ഇടതുപക്ഷം വലതുപക്ഷം എന്നതിനപ്പുറം എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന ഒരു ജനപക്ഷമായിരിക്കും വരാൻ പോകുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ ഞാൻ ഈ പര്യടനം നടത്തിയപ്പോഴും അല്ലാതെ ആണെങ്കിലും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. അപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ കുറത്തിയാട് കുടിവെള്ള പ്രശ്നം പോലെയുള്ള, പാറ്റൂർ കുടിവെള്ള പ്രശ്നം പോലെ, കുടിവെള്ള പദ്ധതികൾ പോലെയുള്ള പദ്ധതികൾ ഒരുപാട് നമ്മൾ ആവിഷ്കരിച്ചതാണ്, കൊണ്ടുവന്നതാണ്. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ ഈ 10-15 വർഷക്കാലമായിട്ട് കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ ഈ പര്യടനം നടത്തുന്ന സമയത്തൊക്കെ പ്രായമായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അവരുടെ വീടിൻ്റെ മുന്നിൽ ഈ കലമൊക്കെ കൊണ്ടുവച്ച് അവരുടെ വീട്ടിലുള്ള പാത്രങ്ങളെല്ലാം കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ വരെയും അവർ കൊണ്ടുവച്ചിട്ട് ഈ ടാങ്കർ ലോറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥ കണ്ട്. അപ്പം അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം. അതുകൂടാതെ നമുക്കറിയാം കാട്ടുപന്നി ശല്യം പോലെയുള്ള പ്രശ്നങ്ങൾ. നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ കാര്യം എടുത്തു പറയേണ്ട, ആരോഗ്യ മേഖല. നമ്മൾ ഇവിടെ നിന്നും ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും ഒരു പരിക്കോ പറ്റിയിട്ട് ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ അവിടുന്ന് നേരെ റെഫർ ചെയ്ത് വണ്ടാനത്തേക്കോ കോട്ടയത്തേക്കോ വിടുന്ന അവസ്ഥയാണ്. അങ്ങനെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സമയത്തിൻ്റെ ഒരു പ്രശ്നം മൂലം. ജില്ലാ ആശുപത്രി ഇപ്പം പുതുക്കി ഒരു നല്ല, നമ്മൾ കെട്ടിടമെന്ന് പറയുന്നതല്ലല്ലോ ആശുപത്രി. അവിടെ സ്റ്റാഫുകളെ നിയമിച്ചിട്ടില്ല, അവിടെ ബാക്കി ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ല, അവിടെ ആവശ്യത്തിന് എക്യുപ്മെൻറ്റ്സോ മെഡിസിനോ ഒന്നുമില്ല. അപ്പം ഇതെല്ലാം കൂടി കോർത്തിണക്കിയാലേ ഒരു ആശുപത്രി ആവുന്നുള്ളൂ, നമ്മളൊരു കെട്ടിടം ഉള്ളതല്ല. അപ്പം ഈ പറഞ്ഞ കുടിവെള്ള പ്രശ്നം പറഞ്ഞു, ആരോഗ്യ മേഖല, പിന്നെ അടുത്ത എടുത്തു പറയുന്ന അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ
എന്താ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ പഠനത്തിന് ശേഷം അത് ഏത് പഠിത്തമായിക്കോട്ടെ, ഡിഗ്രി ആണെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും അവർക്ക് നമ്മുടെ നാട്ടിൽ ഒരു ജോലി കിട്ടാത്ത അവസ്ഥയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ അതിനുള്ള സ്കോപ്പുമുണ്ട്. പക്ഷെ അവർക്ക് ജോലി കിട്ടുന്നില്ല. PSC എക്സാം എഴുതിയിട്ട് PSC പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും എൻ്റെ ചുറ്റുപാടിൽ തന്നെ ആളുകളുണ്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് കിട്ടാത്ത ആളുകൾ. അവരെല്ലാം സമരം ചെയ്തവരാണ്. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരണം. PSC ഒക്കെ സുതാര്യമാക്കണം. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ യുവാക്കൾക്ക് ജോലി കിട്ടണം. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് പോലെയുള്ള, അതേപോലെ ഈ PSC കോച്ചിങ്ങുകൾ പോലെയുള്ള, IAS കോച്ചിങ് പോലെയുള്ള വിദ്യാർത്ഥികൾക്ക്, സാധാരണക്കാരൻ്റെ ഒരു വീട്ടിലെ മക്കൾക്കും കൂടി ഇതൊക്കെ പഠിക്കാൻ പറ്റണം. കായിക താരം കൂടിയാണല്ലോ. അപ്പം ആ മേഖലയിലുള്ള ഒരു വികസനവും അതെ തീർച്ചയായിട്ടും. സ്റ്റേഡിയമോ അതുപോലെയൊക്കെ അതെ നമ്മുടെ സ്റ്റേഡിയം എന്ന് പറയുമ്പം നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ യുവാക്കൾക്കെല്ലാം അവിടെ പ്രവേശിക്കാനും അവർക്ക് പരിശീലനം നേടാനും സാധിക്കണം. സ്റ്റേഡിയത്തിനപ്പുറം നമ്മൾ ഈ സിന്തറ്റിക് ട്രാക്കുകളും അതേപോലെ ആധുനികമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം. ഈ നമ്മുടെ കായിക താരങ്ങൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകളോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. അവർ ഇപ്പം തന്നെ എനിക്കറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു കായിക മേഖലയിൽ ഇപ്പോൾ ജൂഡോ നമ്മുടെ ഇവിടെ ഒരുപാട് മാവേലിക്കരയിലുണ്ട്. ഞാനൊരു ജൂഡോ താരമാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരുപാട് കായിക താരങ്ങൾ ഇവിടെ നിന്ന് വളർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അവരാരും നമ്മുടെ നാട്ടിൽ നിന്നിട്ടല്ല വളരുന്നത്. അവർ ഒന്നെങ്കിൽ തൃശ്ശൂർ പോയിട്ട്, അതെ, അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെയുള്ള സ്പോർട്സ് സ്കൂളുകളിലൊക്കെ പോയി നിന്നാണ് അവരുടെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ആ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അവർക്കുള്ള എക്യുപ്മെൻറ്റ്സ്, അവർക്കുള്ള ഫണ്ടൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മളൊരു ഫസ്റ്റ് ഗോൾഡ് മെഡലൊക്കെ നേടിയ ആൾക്കാർ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ മത്സരത്തിന് പോകുമ്പോൾ അവർക്ക് ട്രെയിൻ ടിക്കറ്റ് പോലും കൺഫേം ആക്കി കിട്ടുന്നില്ല. അതേപോലെ അവർക്ക് ഒരു ഇത്ര എമൗണ്ട് വീതം അവരുടെ ചിലവിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു. ഒരു സ്കോളർഷിപ്പ് പോലെ തന്നെ ഈ സ്പോർട്സ് താരങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പം നിലവിലില്ല. അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഈ മേഖലയിൽ ഒരു വലിയ പിന്നെ വിദ്യാഭ്യാസം, അങ്ങനെ എല്ലാ മേഖലകളിലും. അതെ എനിക്ക് എൻ്റെതായ ഒരു വിഷനുണ്ട്, എനിക്കൊരു കാഴ്ചപ്പാടുണ്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. പിന്നെ അറിയാലോ, നമ്മുടെ ലെപ്രസി സാനിറ്റോറിയത്തിലെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് മുത്താർ രാജി സ്ഥിരമായി ഇടപെടുന്നുണ്ട്. അപ്പം അവിടെ എന്താണ് അവിടുത്തെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ് അവിടുത്തെ? കോർനാട് ലെപ്രസി സാനിറ്റോറിയം എന്ന് പറയുന്നത് എൻ്റെ വാർഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് അവിടുത്തെ ലൈബ്രറിയും അവിടുത്തെ അന്തേവാസികളുമായിട്ട് ഇടപഴകുന്നതൊക്കെ അറിയാമല്ലോ, അവരുടെ ഒരു ജീവിതം അറിയാമല്ലോ. അപ്പോൾ അവർക്ക് ഞാനൊരു മകളെ പോലെയൊക്കെ തന്നെയാണ്. ഞാൻ അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ 23 കോടിയുടെ ഒരു ബിൽഡിങ് അത് കൊണ്ടുവന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്കത് പരിശോധിച്ചാൽ അറിയാം ഇപ്പോൾ അവിടെ ഒരു ആശുപത്രി കെട്ടിടവും അതേപോലെ അതിനപ്പുറത്ത് മാറി ഒരു സിമെൻറ്റിൻ്റെ ഒരു ശാസ്ത്രീയ കോളേജാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് അവിടെയുള്ള 80ഓളം അന്തേവാസികളുണ്ട്. അവർക്കൊരു സുരക്ഷിതമായൊരിടം വേണം. അവിടെ ആ കെട്ടിടം പണിഞ്ഞ് എനിക്ക് തോന്നുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു 5 മാസം ആവുന്നതിന് മുന്നേ ആ കെട്ടിടം ആദ്യത്തെ മഴയിൽ തന്നെ ചോർന്നൊലിച്ചു. അപ്പം നമ്മളൊരു പ്രതിഷേധം അന്ന് നടത്തിയായിരുന്നു. അതുമാത്രമല്ല, എല്ലാവരും അവിടെ പോയാൽ തന്നെ അറിയാം അവിടുത്തെ അന്തേവാസികളുടെ ദുരിതം. അവർ കിടക്കുന്നത് പോലും ഒരു ഡോർമെട്രി സംവിധാനം, മേൽവാടാണെങ്കിൽ അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയിൽ. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ലെപ്രസി സാനിറ്റോറിയത്തിൻ്റെ അവസ്ഥ. നമുക്ക് വിഷമം വരും. അത് നമ്മൾ പൊളിറ്റിക്കലായി ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അവിടെ ആര് ചെന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അവരുടെ ഭക്ഷണക്രമമാണെങ്കിലും എല്ലാത്തിനും പ്രശ്നങ്ങളാണ് അവിടെ. അവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ നമുക്കൊരു 7 പഞ്ചായത്തോളം ഉണ്ടല്ലോ. ഈ 7 പഞ്ചായത്തുകളിൽ ഇപ്പം മണ്ഡലത്തിൻ്റെ മുഴുവൻ കാര്യമാണ് പറഞ്ഞത്. ഈ 7 പഞ്ചായത്തുകളിലെയും സാധ്യതകൾ പല ടൂറിസം സാധ്യതയുണ്ട്, വ്യവസായ ചെറുകിട വ്യവസായ സാധ്യതയുണ്ട്. ഈ സാധ്യതകളെല്ലാം ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഉള്ള ആ ഒരു പീരീഡിൽ അല്ലെങ്കിൽ അതിന് മുൻപ് അത് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു അത്തരത്തിലുള്ള ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ മാവേലിക്കര എന്ന് പറയുമ്പം ഒരുപാട് പൈതൃകമുള്ള AR ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഒരുപാട് പൈതൃകങ്ങൾ നമ്മുടെ ബുദ്ധ ജംഗ്ഷൻ ആയിക്കൊള്ളട്ടെ, ചെട്ടുകുളങ്ങര ഭരണി ആയിക്കോട്ടെ. നമുക്കറിയാം ചെട്ടുകുളങ്ങര ഭരണിയൊക്കെ വേൾഡ് ഫേമസ് ആയിട്ട് നിൽക്കുന്നതാണ്. അതെ, ചുനക്കര ക്ഷേത്രം. അങ്ങനെ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നടക്കുന്നത് നമ്മുടെ ഈ ഓണാട്ടുകരയിലാണ്. അതേപോലെ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കണ്ടെത്തിയിരുന്നത് നമ്മളായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ഒരു കാർഷിക വിളകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഈ കാട്ടുപന്നി ശല്യത്തിൽ നശിച്ചു പോകുന്നൊരവസ്ഥയാണ്. നമ്മുടെ പൈതൃകങ്ങളെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നമുക്കൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ പറ്റും മാവേലിക്കര. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അതൊക്കെ സാധ്യമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
പിന്നെ ഇപ്പൊ മണ്ഡലത്തിലെ കാര്യമാണ് ഈ പറഞ്ഞത്. പൊതുവിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പിന്നെ ഈ ജനവികാരം മുതലാക്കാൻ ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും എടുത്തു പറയുന്നുണ്ട് പ്രസംഗങ്ങളിലെല്ലാം. അത് പ്രധാനമായും സംസ്ഥാന സർക്കാരിന്റെ പിന്നെ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന സർക്കാരിനെ പറ്റി ഉന്നയിക്കുന്ന വെച്ചാൽ ഈ 10 വർഷക്കാലം നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞുവെന്നും നമ്മൾ പരിശോധിക്കണം. വിലക്കയറ്റം കൂടി, അതേപോലെ പെട്രോളിൻ്റെ ആണെങ്കിലും ഡീസലിൻ്റെ ആണെങ്കിലും വില വർധനവ്. നമ്മുടെ ഗവൺമെൻറ്റിന് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുതിയ തലമുറകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലറിയാം, ഈ ആളുകൾ ജോലിക്ക് വേണ്ടിയിട്ട് അന്യദേശങ്ങളിലേക്ക് പോവാണ്. വീടുകളിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതലും പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരുമാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈ 10 വർഷക്കാലം അതെ അനാഥാലയം പോലെയാണ് കിടക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധസദനത്തിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു 10 പേരെ ഉള്ളായിരുന്നു, ഇപ്പോൾ അത് 45 പേരായി. മനസ്സിലായി, ഇനി അത് 100 പേരാകും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ പ്രായമാകുന്ന അമ്മമാരെ അച്ഛന്മാരെ സംരക്ഷിക്കാൻ നമ്മുടെ മക്കൾ തന്നെ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും അവർക്കുള്ള ജോലി ലഭിക്കാനുമുള്ള മാർഗം നമ്മുടെ ഗവൺമെൻറ് കാണും. ജോലി ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് ഈ വേക്കൻസികൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ താൽക്കാലിക നിയമനം വഴി ആളുകളെ അതിനകത്ത് അതെ. അപ്പം യോഗ്യതയുള്ളവർ അവരുടെ യോഗ്യത അനുസരിച്ചുള്ള ജോലി തേടിപ്പോകും. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ കരാർ നിയമനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്, തൊഴിലില്ലായ്മ ആ രൂപത്തിലുമുണ്ട്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഈ പ്രശ്നങ്ങളെല്ലാം നിലവിലുണ്ട്. കൂടുതലായും നമ്മൾ കേന്ദ്ര സർക്കാരിന് നമുക്കറിയാം, BJP എന്ന് പറയുന്നൊരു പാർട്ടിക്ക് നമ്മുടെ നാട്ടിൽ ആളുകൾക്കിടയിലുള്ളൊരു സ്വീകാര്യത നമുക്കറിയാം. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും കേരള സർക്കാരിൻ്റെ നയങ്ങളും ജനദ്രോഹ നയങ്ങൾ തന്നെയാണ്. അത് രണ്ടും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്, രണ്ടും എടുത്തു പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ ഇപ്പം മുത്താര സ്ത്രീയാണ്, അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കാൻഡിഡേറ്റ് ആണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണം, അപ്പൊ അത്തരത്തിലുള്ളത് പാർട്ടിഭേദമന്യേ ഉണ്ട്. ഇപ്പൊ കായംകുളത്തുണ്ടായി, മുൻപ് രമ്യ ഹരിദാസിനെതിരെ ഉണ്ടായി, അങ്ങനെ പലയിടത്തും ഉണ്ടായി. ഇതിനെ എങ്ങനെയാണ് പിന്നെ കാണുന്നത്? സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അവരെ അഡ്രസ്സ് ചെയ്തൊരു അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് പറയട്ടെ, ഒരു പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, അതെല്ലാം നമ്മൾ വിലക്കേണ്ട കാര്യങ്ങളാണ്, അതാര് പറഞ്ഞാലും. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ തെക്കേക്കരയിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പം അവിടെ വെച്ചത് എനിക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടായി. ഒരാളൊരു മോശമായ രീതിയിൽ നമ്മളെ അടുത്ത് ഒരു ആംഗ്യം കാണിക്കുകയുണ്ടായി. പക്ഷേ നമ്മൾ ആ ജനങ്ങളുമായിട്ട് ഒരു 100 പേരെടുത്ത് ചെന്നപ്പോൾ ഒരാൾ കാണിച്ചു എന്നുള്ളത്, അത് പ്രതികരിക്കാൻ ആ സമയത്ത് നമ്മൾ നിൽക്കാഞ്ഞതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മളൊരു ജനപ്രതിനിധി. അതെ അതെ. അപ്പം അത് ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നു. പിന്നെ അതേപോലെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നമ്മുടെ ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ മനുഷ്യമതിൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലും അതിലൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല. കേസുകളുടെ കണക്കുകൾ നമ്മൾ എടുത്താൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്കുള്ള നിയമപരിരക്ഷ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നില്ല. നമ്മൾ ഈ സൈബർ സ്പേസിനെ ഇപ്പോൾ ഒരു ജെൻസി ഇതിലും വരുന്ന ആളാണല്ലോ, ന്യൂജനാണല്ലോ. ഇപ്പൊ ഈ സൈബർ സ്പേസിനെ നമ്മൾ ഭയങ്കരമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, സോഷ്യൽ മീഡിയ, സൈബർ സ്പേസ്. പക്ഷേ സൈബർ സ്പേസ് ആണ് ഈ ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ പ്രധാന ആയുധം. അതിൽ വലിയ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ഒരു നമ്മൾ കൃത്യമായിട്ട് ഇതൊരു സൈബർ സെക്യൂരിറ്റി, പ്രത്യേകിച്ച് സ്ത്രീ കേന്ദ്രീകൃതമായൊരു സൈബർ സെക്യൂരിറ്റി വേണം എന്ന് ഒരു തീർച്ചയായിട്ടും വേണം. കാരണം സ്ത്രീകൾക്ക് സാധാരണ സൈബർ സ്പേസ് എന്ന് പറയുന്നതിൽ അത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കണം. ഏറ്റവും കൂടുതൽ ഈ സെക്ഷൽ അബ്യൂസ് ഉണ്ടാകുന്നതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും സ്ത്രീകൾക്കാണ്. അപ്പം അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഷീ ആപ്പ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട്, ഇപ്പം ഞാനൊരു ജനപ്രതിനിധിയായിട്ട് കടന്നു വരികയാണെങ്കിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. എനിക്ക് അവിടെ ഒരാളുടെ ആവശ്യമില്ല. ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടായി നേരിട്ട് വരാൻ കഴിയണം. അതിനുള്ള അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാനുള്ളൊരു സാഹചര്യം, അത് ലീഗൽ, ഞാനിപ്പോൾ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, നിയമപരമായ എല്ലാ പരിരക്ഷയും അവർക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ ഒന്ന് നമ്മുടെ അവസാന ഭാഗത്തേക്ക് എടുത്തതാണ് ഈ നമ്മുടെ MLA, ഇപ്പം നിലവിലെ MLA ധനമേലെ കുറേ സർവേകളിലൊക്കെ മുന്നിൽ വന്നു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? സർവേ എന്ന് പറയുന്നത് അത് എന്ത് സർവേ ആണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം.
ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് ജനങ്ങളോട് ചോദിച്ചാൽ ഇതിനെല്ലാം ഒരു മാറ്റം കാണും. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ പര്യടനം നടത്തുന്ന സമയങ്ങളിൽ ആളുകളെല്ലാം മുറ്റത്തിറങ്ങി നിന്ന്, അത് പിഞ്ചു കുഞ്ഞുങ്ങൾ സഹിതം അവരെ എടുത്തുകൊണ്ടാണ് അമ്മമാർ വെയിലത്തിറങ്ങി നിന്ന് നമ്മൾക്കൊരു അഭിവാദ്യം അർപ്പിക്കുന്നത്, പിന്തുണ അർപ്പിക്കുന്നത്, സ്നേഹം തരുന്നത്. അപ്പോൾ സർവേ എന്ന് പറയുന്നത് ഈ ചാനലുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ജനങ്ങളുടെ മനസ്സിലൊരു സർവേ ഉണ്ട്. അത് നമ്മുടെ ഈ 9-ാം തീയതി കഴിഞ്ഞ് അടുത്ത വോട്ടെണ്ണുന്ന സമയത്ത് പൊതുവെ LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി അല്പം പ്രായത്തിൽ നിങ്ങളെ കുറിച്ച് മുൻപിലാണേലും യുവത്വമുള്ള ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പിൽ വരുന്നതാണെന്ന് തോന്നുന്നു. ഈ LDF സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി എങ്ങനെയാണ് ആ ഒരു സൗഹൃദം ഉണ്ടോ ഈ നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയുമായിട്ട്? അങ്ങനത്തെ ഒരു സൗഹൃദ വ്യക്തിപരമായിട്ട് ആരോടും ഒരു വിദ്വേഷമില്ല, വ്യക്തിപരമായിട്ട് ആരോടും ഒരു എതിർപ്പില്ല. നമുക്ക് ആശയപരമായുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസവും ഞാൻ അമ്പലത്തിൽ പോയപ്പോഴും MLA കണ്ടു, ഞങ്ങൾ കൈ കൊടുത്തു. പള്ളിയിൽ പോയപ്പോഴും കണ്ട് കൈ കൊടുത്തു. അപ്പം അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് ആരോടും ഒരു വിദ്വേഷം ഞാൻ വെച്ച് പുലർത്താറില്ല, അങ്ങനെയില്ല. അതൊരു പുതിയ വേവിന്റെ ഭാഗമാണ്. നമ്മള് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, രണ്ട് ധാരയിലൂടെ പ്രവർത്തിക്കുന്നു. ഏതായാലും വളരെ ഒരു ജനപ്രതിനിധിയായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ അതിന്റെ ഒരു ബഹുമാനം ഉണ്ട്. ആ രീതിയിൽ അതാരാണെങ്കിലും എന്നാൽ എതിർപ്പുകളോ ഒന്നും മറച്ചു വെക്കാനും അതെ അതെ ചെയ്ത പ്രവൃത്തികൾ, അതായത് നമ്മൾ നമ്മുടെ നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും നിൽക്കണമെന്നുള്ളതാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് പറയും. അത്രയും. ഇപ്പൊ ഈ ചൂട് കാലമാണല്ലോ, കായിക താരമാണ്, അത്യാവശ്യം ഇതിനെയൊക്കെ ഒരു ഫിസിക്കൽ കണ്ടീഷനെയൊക്കെ മറികടക്കാൻ പറ്റും. എങ്ങനെ കാണുന്നത്? ചൂടൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ചൂടുണ്ടായിട്ട് പോലും നമ്മൾ ആ വാഹനത്തിൽ, റൂഫൊക്കെ ഉള്ളൊരു ചെറിയൊരു വാഹനത്തിലാണ് പോകുന്നത്. നമ്മുടെ പ്രവർത്തകരെല്ലാരും ബൈക്കിൽ നമ്മുടെ മുന്നേ പോവാണ്. അവർ ഈ വെയിൽ മൊത്തം കൊണ്ടുപോവാണ്. ജൂഡോയിലെ ആ ഒരു എക്സ്പീരിയൻസ് അതിൽ പ്രയോജനപ്പെടുന്നുണ്ടോ? ജൂഡോ എന്നല്ല, നമ്മുടെ ഒരു വിൽ പവർ, മനസ്സിന്റെ ഒരു കാര്യങ്ങൾ. ഫിസിക്ക് ഓക്കെയാണ്. എനിക്ക് ഓടിക്കയറുന്നതിന് ചോദിച്ചോട്ടെ, ഈ നമ്മുടെ സ്കൂളുകളിലെ ഒക്കെ പെൺകുട്ടികൾക്കെല്ലാം ഈ പറഞ്ഞ പോലെ മാർഷൽ ആർട്സോ ഇതുപോലെയൊക്കെയുള്ള സെൽഫ് ഡിഫൻസ്, അത് അങ്ങനെ ഒരു ആശയമുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ കായിക മേഖലയെ കുറിച്ച് എനിക്കൊരു പ്രത്യേക കാഴ്ചപ്പാട് തന്നെയുണ്ട്. ഞാനൊരു സ്പോർട്സ് താരമായിട്ട് വളർന്നു വന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം. അതുകൊണ്ട് ലേഡീസിനൊക്കെ, പെൺകുട്ടികൾക്കൊക്കെ അതൊരു വിൽ പവർ കൂടിയാണ്. നമ്മളൊരു അതെ. അപ്പം അത് നമ്മൾ എല്ലാവരിലും എത്തിക്കണം. അത് ജൂഡോ എന്ന് മാത്രമല്ല, അവരവർക്ക് എന്താണോ താല്പര്യം അത് കണ്ടുപിടിച്ച് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഉണ്ട് തീർച്ചയായിട്ടും. ഏതായാലും വളരെ തിരക്കിട്ട സ്വീകരണ പര്യടനം തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. നമസ്കാരം. CD നെറ്റിൻ്റെ പ്രത്യേക പരിപാടിയായ സ്ഥാനാർത്ഥികളോടൊപ്പം മീറ്റ് ദ കാൻഡിഡേറ്റ്. ഇപ്പം നമ്മളുള്ളത് മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിലാണ്. ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി K. അജിമോൻ, അദ്ദേഹം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ തിരുവല്ലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോകാനുള്ള തയ്യാറെടുപ്പിനിടയിൽ വളരെ തിരക്കിട്ട ഷെഡ്യൂളിൻ്റെ ഇടയിൽ നമുക്ക് അനുവദിച്ചു തന്ന കുറച്ച് സമയമാണ്. പക്ഷേ അജിമോൻ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു? ഞാൻ 21ാമത്തെ വയസ്സിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി. എന്നുവെച്ചാൽ വളരെ ചെറിയ പ്രായത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി. ജനപ്രതിനിധിക്ക് ഒരു സമൂഹത്ത് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഇതിൻ്റെ ഒരു ഉദാഹരണം എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഒരുപാട് സാധാരണപ്പെട്ട ജനങ്ങളെ സഹായിക്കാനും, ഒരു ജനപ്രതിനിധി ആരായിരിക്കണം, അദ്ദേഹം സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അപ്പോൾ MLA MP ആ പദവിയിലേക്കൊക്കെ വരുന്നവർ ജനമനസ്സറിഞ്ഞ് താഴെത്തട്ടിൽ ജനപ്രതിനിധിയായാലും ഒരു പൊതുപ്രവർത്തന ആദ്യം ചിന്തിക്കേണ്ടത് അവരാവലാതികൾ കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം താമസിച്ചത് ഏതെങ്കിലും രീതിയിൽ പ്രവർത്തനത്തെ? ഇല്ല, ഞങ്ങളൊരു നാഷണൽ പാർട്ടിയാണല്ലോ. ആ പാർട്ടിയുടെ ഡൽഹിയിൽ നിന്ന് ഇത് പ്രഖ്യാപിച്ച് 3ാം ഘട്ടം 13 ഉള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പട്ടികയിലാണ് നമ്മൾ വന്നത്. കാരണം മാവേലിക്കര എനിക്ക് വളരെ ആത്മബന്ധമുള്ളൊരു മണ്ഡലമാണ്. കാരണം എൻ്റെ കുഞ്ഞമ്മമാർ, അപ്പച്ചിമാർ, എൻ്റെ അച്ഛൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഈ കുടശനാടാണ്. പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് തന്നെ
ഞാൻ പിന്നെ എൻ്റെ പുറത്തൊരുമായിട്ട് മാവേലിക്കര പാർട്ടി ഓഫീസിൽ വന്നാൽ മതി. അവരെല്ലാം എനിക്ക് നേരത്തെ അറിയാം. കാരണം ഞാൻ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെയും ചുമതലകളൊക്കെ എനിക്കുണ്ടായിരുന്നു, വായിച്ചിട്ടുണ്ടായതുകൊണ്ട് അറിയാം. ഞാൻ വിചാരിച്ച് മാവേലിക്കര ഈ പറഞ്ഞ MP UDFൻ്റെയാണ്, MLA LDFൻ്റെയാണ്, തീർച്ചയായിട്ടും കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു കാണും എന്നുള്ള രീതിയിലാണ് ഞാൻ വരുന്നത്. സാധാരണപ്പെട്ട ഒരു കുടുംബം താമസിച്ച് അവരുടെ വിജയം എന്താണ്? അവിടെ പഠിച്ചിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിയും PG കഴിഞ്ഞ കുട്ടികൾക്ക് വളരെ കൈകൂപ്പി തൊഴുതുകൊണ്ട് പറയുകയാണ്, ചേട്ടാ ഞങ്ങൾക്ക് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെങ്കിലും ഒരു ജോലി വാങ്ങിച്ച് തരൂ എന്ന് ദയനീയമായി കരഞ്ഞുകൊണ്ട് BCom അല്ലെങ്കിൽ കമ്പ്യൂട്ടറും പാസ്സായ കുട്ടികൾ നമ്മളോട് ചോദിക്കുകയാണ്. ഞങ്ങൾ പരീക്ഷ എഴുതാതെ കൊണ്ടല്ല, PSC പരീക്ഷ എഴുതാതെ കൊണ്ട്, PSC പരീക്ഷ എഴുതുന്നുണ്ട് ചേട്ടാ, പക്ഷെ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട് ചേട്ടാ, പക്ഷെ ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല ചേട്ടാ. കുടിവെള്ള ക്ഷാമത്തിൻ്റെ കാരണം മാവേലിക്കരയിൽ ഇന്ന് ഞാൻ പ്രചരണത്തിന് നിന്നിട്ടുള്ള ഈ 7 പഞ്ചായത്തിൽ ഒരു മുനിസിപ്പാലിറ്റി അടക്കം ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുന്നത് ഈ കുടിവെള്ള ക്ഷാമത്തിന്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ ഈ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദീർഘവീക്ഷണത്തോടുള്ള ഒരു പദ്ധതിയും MP തയ്യാറാക്കിയിട്ടില്ല, MLA തയ്യാറാക്കിയിട്ടില്ല. മാവേലിക്കരയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെങ്കിൽ പെട്ടെന്നൊരു കൊണ്ടുവന്നൊരു കിണർ കുഴിച്ച് പമ്പ് ചെയ്ത വെള്ളമില്ല, വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവന്ന് അതിനു മുമ്പ് ചെയ്യേണ്ടത് നമ്മുടെ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ കുളങ്ങൾ, അരുവികൾ, തോടുകൾ ഇതിനെ സംരക്ഷിച്ചിരുത്താം. ഈടി കെട്ടി വെള്ളം മഴ പെയ്താൽ വെള്ളം ഇത് ഗ്രൗണ്ടിൽ ഭൂമിയിൽ കിടക്കണ്ടേ, ആ വെള്ളം പോകുന്നപ്പോൾ അതിന് ജലനിർഗമന മാർഗങ്ങൾ ഉണ്ടാകണം. അത് നമ്മുടെ ഗ്രാമ മന്ത്രാലയവുമായി, കേന്ദ്ര ഗ്രാമ മന്ത്രാലയമായിട്ടൊക്കെ ആലോചിച്ച് ഈ നമ്മുടെ ഒരു പഞ്ചായത്തിൽ പരിശോധിച്ചാൽ അറിയാം. കാരണം ഒരു പഞ്ചായത്ത് കംപ്ലീറ്റ് യാത്ര ചെയ്തും പഞ്ചായത്തിലെ എല്ലാ A to Z കാര്യങ്ങളും പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് ഫണ്ട് വയ്ക്കുകയും ഫണ്ട് വെച്ചാൽ മാത്രം പോരാ, അത് നടക്കുന്നുണ്ടോ മോണിറ്റർ ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പം എൻ്റെ വാർഡിൽ 2-3 കുളങ്ങളുണ്ട്, 3 പഞ്ചായത്ത് കിണറുണ്ട്, മറ്റു ചെറിയ തോടുകളുണ്ട്, കൈത്തോടുകളുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോന്ന് പരിശോധിക്കാൻ വേണം. അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചാൽ പല ജനപ്രതിനിധികൾ പരിശോധിക്കണം. ഉദ്യോഗസ്ഥർ അപ്പോൾ അത്തരം സംവിധാനങ്ങൾ നമ്മുടെ മാവേലിക്കര മണ്ഡലത്തിൽ ഇല്ല. അങ്ങനെ അത് കാരണം അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ കുടിവെള്ള ക്ഷാമത്തിന് ഇത്രയും ഞാൻ പോകുന്ന വഴിക്കെല്ലാം വീടിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ റോഡ് സൈഡിൽ വലിയ വീപ്പ വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചത് എന്താണ് വീപ്പ? എൻ്റെ നാട്ടിൽ ഞാൻ അങ്ങനെ വീപ്പ വെച്ച് കണ്ടിട്ടില്ല. ചെറിയ കൊച്ചു മോട്ടറുകൾ വെച്ചിട്ട് വെള്ളം പഞ്ചായത്തിൽ നിന്നോ ആരൊക്കെയോ കൊണ്ടുതരും. അത് കുറച്ച് വെള്ളം അവർക്ക് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രധാന കുടിവെള്ളമാണ്. അപ്പം ഞാനന്നേരം ആലോചിക്കുകയാണ്, ഞാനന്നേരം ഇങ്ങനെ നിയമസഭയിൽ പിന്നെ ഇതിനെക്കുറിച്ച് വല്ല സബ്മിഷൻ ഉന്നയിച്ചോ എന്ന് ഞാൻ പരിശോധിച്ചു. അദ്ദേഹം മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്ന് ഒരു സബ്മിഷൻ ഉന്നയിച്ചായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഒരു MLA എന്ന് പറയുന്നത് പ്രോട്ടോകോൾ അതിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് മുകളിലുള്ള പോസ്റ്റാണ്. തീർച്ചയായിട്ടും ഒരുപാട് സാധാരണപ്പെട്ട ജനങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ഒരു MLAക്ക് കഴിയും. ഈ മാവേലിക്കരയിലെ ബേസിക് ആയിട്ടുള്ള പ്രശ്നമാണ് ഒന്ന് ഈ പറഞ്ഞത്. ഒന്ന് തൊഴിലില്ലായ്മയുണ്ട് കണ്ടു, കുടിവെള്ള ക്ഷാമം കണ്ടു. പക്ഷെ അതിലുപരി ചില വികസന പദ്ധതികളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ കേരള സംസ്ഥാന സർക്കാരിൻ്റെ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഞാനല്ല വേറൊരാളെ സർവേ ചെയ്തിട്ട് ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ സ്വതന്ത്രനായിട്ട് നിന്നൊരു മെമ്പർ ജയിച്ചെന്ന് വെച്ചു. ഉദാഹരണം, ഒരു 10-20 വാർഡുള്ള 20 വാർഡിലുള്ള ഒരിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചു. ചിലപ്പോൾ LDF ആയിരിക്കുമോ പഞ്ചായത്ത് ഭരിക്കുന്നത്, UDF ആയിരിക്കും, NDA ആയിക്കോട്ടെ. പക്ഷേ പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ അല്ലെങ്കിൽ അതൊരു ലോക്കൽ ഗവൺമെൻറ്റാണ്, മിനി ഗവൺമെൻറ്റാണ് ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇരിക്കുന്ന ഭരണസമിതിക്ക് ഒരു കാരണവശാലും ആ വാർഡിനെ മാറ്റിവെക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ പദ്ധതികൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ ആ വാർഡിലെ ടാക്സ് അങ്ങോട്ടല്ലേ വരുന്നത്. തീർച്ചയായിട്ടും ആ വാർഡിലെ ബിൽഡിംഗ് ടാക്സ്, മറ്റ് പ്രൊഡക്ഷൻ ടാക്സ്, വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അതുകൊണ്ട് 140 MLA തെരഞ്ഞെടുക്കപ്പെടും. ഇവിടുന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊരു MLA ജയിച്ചാലും സ്റ്റേറ്റ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ കൊടുക്കുന്ന ഫണ്ടുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. അതിപ്പോൾ ചേട്ടൻ നിന്നാലും ആര് നിന്നാലും അത് നടക്കും. അതുപോലെ അത് നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് ഒരു MLA എന്ന നിലയിൽ നമുക്ക് കേരളത്തിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളും കേന്ദ്ര സർക്കാരിന് ഇത് ജയിക്കുന്ന വരെ ഉള്ളൂ രാഷ്ട്രീയം. ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്താണ്? ഈ 7 പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയെയും
നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇതെൻ്റെ മണ്ഡലമാണ്, എൻ്റെയാണ്, തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജനങ്ങളാണ് എന്ന് എവിടെ പറയണം? നിയമസഭ പറയേണ്ട ആൾ നിയമസഭയിലും പറയണം, പാർലമെന്റിൽ പറയുന്ന ആൾ പാർലമെന്റിലും പറയണം. പിന്നെ 6 സെക്ഷൻ വഴിയാണ് നമ്മുടെ സമയം. ഇപ്പോൾ പഞ്ചായത്ത് തലം ഒരു മിനി സർക്കാരാണ്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, പിന്നെ ഈ പറഞ്ഞ പിന്നെ MLA, MP, രാജ്യസഭ. എന്നാലും ചോദിക്കേ, ഈ 6 അടുത്തൊന്നും ചിലപ്പോൾ വിവിധ പാർട്ടിക്കാരായിരിക്കും സ്വാഭാവികമായിട്ട്. അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ സാറല്ലേ ചേട്ടാ നമ്മളെ സഹായിക്കും, നിരന്തരം ഈ കത്ത് കൊടുക്കുകയും പോവുകയും ചെല്ലുമ്പോൾ നമുക്ക് മേളിലിരിക്കുന്ന ജനപ്രതികൾ ഇവനെ കൊണ്ടങ്ങ് ചെല്ലിയോ എന്തിനെ കൊടുത്തേക്കാം, അങ്ങനെ പണ്ട് വായിച്ചുള്ള ആളാണ്. 2 മുന്നണികളുടെയും ജനപ്രതിനിധികളുണ്ടല്ലോ ഇവിടെ. തീർച്ചയായിട്ടും. അപ്പോൾ അവർ ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഈ മണ്ഡലത്തിൻ്റെ ചില സാധ്യതകളുണ്ടല്ലോ. മണ്ഡലത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തീർച്ചയായും. അത് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ പറയാനാണെങ്കിൽ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? കാരണം ഇതിന് 3 പ്രധാനമായിട്ട് അനന്തമായ ടൂറിസം സാധ്യതകളുള്ളൊരു മണ്ഡലമാണ് മാവേലിക്കര. ഈ മാവേലിക്കരയിൽ ഈ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ലോകത്തെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ തന്നെ ഇത് അടയാളപ്പെടുത്താൻ കഴിയും. അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കാൻ നമുക്ക് കഴിയും. മാവേലിക്കരയുടെ ആ മണ്ഡലത്തിലെ സ്ട്രക്ചർ അങ്ങനെയാണ് കിടക്കുന്നത്. നല്ല മനോഹരമായ പദ്ധതികൾ തയ്യാറാക്കാം. അതിനകത്ത് പിന്നെ ഈ ഇക്കോ ടൂറിസം പദ്ധതി വരും. ഇപ്പം നമ്മുടെ മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി, അയ്യങ്കാളി, ഇത് ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ നമ്മുടെ വേറെ 6 സ്ഥലം കണ്ടെത്തണം. റവന്യൂ, പുറമ്പോക്ക് ഭൂമി, ഒരുപാട് കാട് പിടിച്ച് കിടപ്പുണ്ട്. ഇതൊക്കെ കണ്ടെത്തി അവിടെ പിന്നെ ഇത് മ്യൂസിയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട്, ലൈബ്രറികൾ സ്ഥാപിച്ചുകൊണ്ട്, അവിടെ ഒരു മിനി ഒരു കുട്ടികൾക്കൊക്കെ വന്നിരിക്കാനും, അങ്ങനെ ഈ മണ്ഡലത്തിന് വിവിധ ഭാഗത്ത് അത് കേന്ദ്ര സാംസ്കാരിക വകുപ്പുമായിട്ട് കണക്റ്റഡായി ഒരു ടൂറിസം എന്ന് പറയുന്നവർക്ക് താമസിക്കാൻ കുറഞ്ഞ ചിലവിൽ റെസ്റ്റ് ഹൗസുകൾ താമസിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു പദ്ധതികൾ ഒന്ന്. രണ്ടാമത്തെ കാര്യം, മാവേലിക്കരയിലെ ഈ IT മേഖലയിൽ വിദഗ്ധരായ ഒരുപാട് യുവാക്കന്മാരുണ്ട്. അവർക്ക് മാവേലിക്കര ഒരു IT ഹബ്ബ് തുടങ്ങാൻ നമുക്ക് കഴിയും. ഇപ്പം ഉദാഹരണം, എനിക്ക് ഇവിടുന്ന് ഒരു അവസരം തന്നാൽ തീർച്ചയായിട്ടും IT മേഖല രാജീവ് ചന്ദ്രശേഖരൻ അതിൻ്റെ ടെക്നോക്രാറ്റാണ്. അദ്ദേഹത്തിന് ഈ ലോകത്തുള്ള മുഴുവൻ കമ്പനികളുമായിട്ടും ഒരാളെ ഒരു കാര്യം ഏൽപ്പിക്കും, ആ മേഖലയായിട്ട് ബന്ധമുള്ളവരെ ഏൽപ്പിക്കും. അപ്പോൾ ആ മേഖലയിലുള്ള വമ്പൻ കമ്പനികളെ മാവേലിക്കരയിലേക്ക് കൊണ്ടുവന്ന് IT മേഖലയിലുള്ള ഇവരെ ഈ മേഖലയിൽ കൊണ്ടുവരാൻ പറ്റും. ശരി. പിന്നെ ഇതൊരു സംവരണ മണ്ഡലം ആകുമ്പോൾ തീർച്ചയായിട്ടും പട്ടികജാതി ജനസമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു മേഖലയാണ്. തീർച്ചയായിട്ടും ഒരുപാട് പട്ടികജാതി യുവാക്കൾ ഇവിടെ തൊഴിലാളിയുന്നുണ്ട്. നമുക്കിവിടെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു IAS കോച്ചിങ് അക്കാഡമി സ്ഥാപിച്ചാൽ ഒരു 10 ഒരുപാട് 100 കണക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു 10 പേരെയെങ്കിലും, ഒരു 10 പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെങ്കിലും വർഷത്തിൽ IAS IPS കാരനാക്കാൻ കഴിയും. അതാത് പഞ്ചായത്തിൽ, നിയമസഭാ മണ്ഡലത്തിൽ മൊത്തത്തിൽ വിളിക്കുമ്പോൾ വലിയ ജനക്കൂട്ടമായിരിക്കും. ഞാൻ പറയുന്ന ഒരു മിനി സർക്കാർ എന്ന നിലയിൽ ഒരു പഞ്ചായത്തിൽ 30,000-35,000-ഓളം പോപ്പുലേഷൻ ഉണ്ട്. ആ പഞ്ചായത്തിലെ MLA-യുടെ നേതൃത്വത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കണം. അന്ന് നമ്മുടെ കേരളത്തിലെ 118ഓളം ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ ഏതൊക്കെയാണ് കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ളത്? പഞ്ചായത്ത് തലത്തിൽ MLA നേതൃത്വത്തിൽ പഞ്ചായത്തുകാർക്ക് 100 കൂട്ടം പണി വേറെ കാണും. പക്ഷെ പഞ്ചായത്തിൽ ഒരു MLA ഇന്ന് പാലമേൽ പഞ്ചായത്ത് അല്ലെങ്കിൽ വള്ളികുന്നം പഞ്ചായത്ത് MLA കാണാനും ഒരു അവസരം, താമരക്കുളം പഞ്ചായത്തിൽ ഇന്ന ദിവസം താമരക്കുളം പഞ്ചായത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്നുവെച്ചാൽ നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ, അത് യുവാദികളിലായേക്കാം, യുവാക്കന്മാരായേക്കാം, പട്ടികജാതിക്കാർ വിഭാഗം, മറ്റു പിന്നോക്കക്കാർ എല്ലാം പരിഹരിക്കും. 140 പിന്നെ നിയമസഭാ സാമാജികർ അതിൽ ഒരാളാകാൻ വേണ്ടിയിട്ട് മത്സരിക്കുക. സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ പിന്നെ കാര്യങ്ങൾ എടുത്ത് പറയേണ്ടി വരും. പിന്നെ 140 MLA-മാരുള്ള സംസ്ഥാനം ഒരു കേന്ദ്ര സർക്കാരിന്റെ ഫെഡറലിസം. അപ്പൊ അതും നമുക്ക് പറയേണ്ടി വരും. അപ്പം ഈ 2 കാര്യങ്ങളിൽ എന്തൊക്കെയാണ് എടുത്തു പറയുന്നത് ചുരുക്കത്തിൽ? ഇവിടുന്ന് ജയിച്ചു പോകുന്ന ജനപ്രതിനിധികൾ വളരെ കൃത്യമായി എൻ്റെ മണ്ഡലത്തിൽ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കിട്ടും. ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് കറിഞ്ഞോണ്ട് കാര്യമില്ല, അതിന് മുന്നേ തന്നെ വേണം. ഞങ്ങളൊക്കെ പഞ്ചായത്തിന് ബഡ്ജറ്റ് അതിന് മുമ്പേ ഇരുന്ന് ഓരോ പ്രദേശത്തെ വിഷയങ്ങൾ അറിയും, നമ്മുടെ ഫണ്ടിൻ്റെ ലഭ്യത അറിയും എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി, കേന്ദ്ര നിർമ്മലാ സീതാരാമനും ബാലഗോപാൽ സാറും ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഞങ്ങൾക്കാർക്കും കിട്ടിയില്ലേ എന്ന് പറയുന്നത് ബാലിശമാണ്. ഞാൻ അനങ്ങിയിരിക്കില്ല. കാരണം അതിന് മുമ്പ് പണി കൊടുക്കണം, 6 മാസത്തിന് മുമ്പ് പണി കൊടുക്കണം.
ഇപ്പൊ ചില പ്രശ്നങ്ങളുണ്ട്. ഈ ഗ്യാസ് പാചകവാതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു നിയമ ഭേദഗതി വരുന്നു, ഫോറിൻ ഫണ്ട് ഒരു നിയമ ഭേദഗതി. അതിപ്പോ തൽക്കാലം മൊത്തത്തിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഈ പിന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഇതിപ്പോ താങ്കള് പലപ്പോഴും ഫേസ് ചെയ്യുന്ന, താങ്കൾ ചിലപ്പം താങ്കളോട് ചോദിക്കാൻ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും ഇതെന്താണ് ഇങ്ങനെ എന്ന്. കാരണം നമ്മൾക്ക് ഒരു കേന്ദ്ര സർക്കാരിന്റെ കൂടെ പ്രതിനിധിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തീർച്ചയായും ഒരു NDAയുടെ കാൻഡിഡേറ്റിനെ, പ്രത്യേകിച്ച് BJPയുടെ കാൻഡിഡേറ്റിനെ ജനങ്ങൾ കാണുന്നത്. അതുണ്ടായി, ഇൻഫാക്ട് ഇവിടെ ഉണ്ടായി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെയൊക്കെ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ അതിൻ്റെ ബന്ധപ്പെട്ട പ്രധാനമന്ത്രി അടക്കമുള്ള ഒരു കമ്മിറ്റി കൂടി ആ കാര്യങ്ങളിലേക്കാനുള്ള മറുപടി അവിടെ നിന്ന് എന്തായാലും അതിനുള്ള സംവിധാനങ്ങളുണ്ടാകും. പക്ഷേ ഇവിടെ ഈ ഓരോന്നിനും വിലയുടെ കാര്യം ചേട്ടൻ പറഞ്ഞു. ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ പ്രതീകം വന്നപ്പോഴാണല്ലോ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. പക്ഷെ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുക, ഒരു യുദ്ധവും ഉണ്ടായില്ല, ഒരു ലഹളയും ഒന്നും ഉണ്ടാകാത്ത ഒരു സമയത്ത് നമ്മുടെ ബിൽഡിംഗ് ടാക്സ് ഭയങ്കരമായി കൂട്ടി. നമ്മുടെ ഈ ന്യൂനപക്ഷങ്ങളും ഉള്ള ഒരാശങ്ക, പൗരത്വ ഭേദഗതി അതുപോലെയൊക്കെ ഉള്ള ചില ആശങ്കകൾ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കേരളം ഈ പറഞ്ഞ പോലെ ഒരു മിക്സഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൽ ആശങ്കകൾ ഉണ്ടാകും. അത് പക്ഷേ നമ്മൾ ആ ഒരു ഭയത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി വരുന്നില്ല. മതേതരത്വ സമൂഹമാണെന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട്. അപ്പൊ ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന നിയമ ഭേദഗതി, അപ്പൊ ഇതിലടക്കമുള്ള ഒരു പ്രതികരണം ഒരു വോട്ടറുടെ ഭാഗത്ത്. കാരണം ഇപ്പൊ ഈ CSR ഫണ്ടെന്ന് പറയുന്നത് വലിയ കമ്മീഷൻസുകൾ കാര്യങ്ങൾക്ക് നടത്തുന്ന ഒരു ഇത്ര ശതമാനം ഈ സാമൂഹിക പ്രവർത്തനം ചെയ്യണം എന്നത്, ഇങ്ങനെ ചെയ്യുന്ന നല്ല മനുഷ്യർ ഒരുപാടുണ്ട്. പക്ഷെ ഈ പൈസ ദുരുപയോഗം ചെയ്യുന്ന രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നതുമായിട്ട് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒന്ന് പരിശോധിക്കപ്പെടുമല്ലോ അതെങ്ങനെയാണ് എന്നുള്ളത്. ഉദാഹരണത്തിന് അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച മാത്രമേ നടന്നുള്ളൂ, ഫൈനലൊന്നും ആയിട്ടില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. ഞാൻ ജനപ്രതിനിധിയായ 24 മണിക്കൂറും ഇത്തരത്തിലുള്ള പദ്ധതികളും ഈ പറഞ്ഞ അത് കേന്ദ്രമെന്നോ സംസ്ഥാന സർക്കാരോ ഒന്നുമില്ല, സാധാരണപ്പെട്ടവൻ്റെ ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ടവൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും ദളിത് സമൂഹത്തിന് കൂടെ ഞാൻ എന്നും ഉണ്ടാകും. കാരണം ഈ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വളഞ്ഞിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ചെറുപ്പക്കാർ അടക്കം അനുഭവിക്കുന്നുണ്ട്. ഇത് എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ വളരെ കൃത്യമായി ചെയ്യും. അതോടൊപ്പം നമ്മുടെ നാടും വളരുന്ന തരത്തിൽ എവിടെയൊക്കെ പോകാമെന്നോ അവിടെ എല്ലാം പോകും. MLA-മാർക്ക് ചെയ്യുന്നത് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യുവാനാണ്. പഞ്ചായത്ത് മെമ്പർക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. ഇതൊന്നും ചെയ്യാതെ അവർക്കൊരു സ്റ്റേറ്റ് കാർ കിട്ടിയാൽ ഓക്കെ, പാർട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്ത് പോകാനാണ്. പിന്നെ ഈ പണി വേണ്ടല്ലോ. ഈ ജയിച്ചു കഴിഞ്ഞാൽ ജനപ്രതിയായ എല്ലാവരെയും വേണം. അത് വരെ രാഷ്ട്രീയമുണ്ട്. തീർച്ചയായും കൃത്യമായ കാഴ്ചപ്പാടാണ്. തൊഴിലില്ലായ്മയാണ് പ്രധാനമായിട്ടും ഊന്നി പറയുന്നത്. തീർച്ചയായും ഞാൻ തൊഴിലാത്ത പറഞ്ഞ ഒരാളാണ് വെളിച്ചത്തിലാണ്. പിന്നെ നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ ഭരണ സംവിധാനങ്ങളിലെ ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല ഒരു കോർഡിനേഷൻ ഇല്ലാതെ പോകുന്നത്. അപ്പൊ അതിന് കൃത്യമായ ഐഡിയകളും പ്ലാനുകളും ഉണ്ട്. അതാണ് വോട്ടർമാരുടെ മുമ്പിലേക്ക് ശ്രീ അജിമോൻ വെക്കുന്നത്. ഏതായാലും എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. വളരെ തിരക്കട്ട സമയത്താണ്.